നമുക്ക് IFFK വേദിയിലെത്തിയ പ്രതിനിധികളുടെ കേന്ദ്ര നടപടിയിലെ പ്രതികരണം കൂടി കേൾക്കാം. ഞാൻ പാലസ്തീൻ ബേസ്ഡ് ഫിലിംസ് അങ്ങനെ കണ്ടിട്ടില്ല. 2 സിനിമകൾ ഇതുപോലെ ബുക്ക് ചെയ്തു. 2ഉം അന്നത്തെ ദിവസം രാവിലെ മെസ്സേജ് വരെയാണ് ക്യാൻസൽ ആയി എന്ന് പറഞ്ഞിട്ട്. നമ്മളൊരു വർക്ക് ഓഫ് ആർട്ട് എന്ന് പറയുമ്പോൾ അതിന് റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് തീരെ ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മുടെ സാംസ്കാരിക സംഘർഷങ്ങളുടെയും വ്യക്തിയാധിഷ്ഠിതമായിട്ടുള്ള പ്രശ്നങ്ങളുടെയാണ് ഈ മേള നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഭിന്നിപ്പുകളില്ലാതെ വളരെ സ്മൂത്തായിട്ട് പോകണം എന്നതാണ് ഞങ്ങളൊരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് ഇതിനെ കാണുന്നത്. അത് കാണിക്കണമായിരുന്നു, സൊസൈറ്റിക്ക് ഒരു അവയർനെസ് കൊടുക്കണമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇന്നുള്ള തലമുറയ്ക്ക് ഇതിനെ കുറിച്ചുള്ള ഒരു ഇത് കിട്ടാൻ വേണ്ടി കൊടുക്കണമായിരുന്നു. ഈ ഒരു സംഭവം പല കാര്യങ്ങളെയും കണ്ണു മൂടി കെട്ടും പോലെ ആയിപ്പോൾ. പലസ്തീന്റെ പ്രശ്നങ്ങളായാലും മൂവീസ് പലസ്തീൻ മാത്രമല്ല കാണിക്കുന്നത്, പല പ്രശ്നങ്ങൾ, വർഗീയവാദം, അങ്ങനെ പല കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പൊ അതിനെയൊക്കെ പ്രയാസം ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ബീഫ് എന്നുള്ള പേരുള്ളത് കൊണ്ട് നിരോധിക്കും. മീഡിയ പഠിക്കുന്ന ആളുകൾക്ക് ബാറ്റിൽ ഷിപ്പ് പതങ്കിൻ ഒരു പ്രധാനപ്പെട്ട സിനിമയാണ്. ഹിറ്റ്ലർക്കെതിരെ അന്ന് ഉപയോഗിച്ച ചാർലി ചാപ്ലിന്റെ ഗ്രേറ്റ് ഡിക്റ്റേറ്ററാണ്. അത് നിരോധിക്കും. ഭൂരിപക്ഷ വർഗീയതയ്ക്ക് ആക്കം കൂട്ടിക്കൊണ്ട് ഭരണത്തെ നിലനിർത്തുന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ കാര്യം. അങ്ങനെ വിലക്ക് ഏർപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഓൾറെഡി ഇത് ആ ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. ഇത്രയും സിനിമകൾ ഉണ്ട് എന്ന് പറഞ്ഞ് ലിസ്റ്റിൽ കൊടുത്ത് ഇപ്പോൾ പേഴ്സണലി ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് എപ്പോഴും റിസർവ് ചെയ്തിട്ട് വരാനായിട്ട് പറ്റത്തില്ല. അപ്പം അൺറിസർവ്ഡ് ആയിട്ട് നമ്മൾ പോകുമ്പോൾ അവിടെ ചെന്ന് നിൽക്കുന്ന സമയത്ത് സിനിമ കാണിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ബുദ്ധിമുട്ടാണ്. എൻ്റെ ഫസ്റ്റ് ടൈമാണ് IFFKയിൽ. എനിക്ക് സത്യം പറഞ്ഞാൽ വന്നപ്പോൾ ഞാൻ ഫുൾ ഡൗൺ ആയി. കാരണം ഞാൻ ഓരോന്നും റിസർവ് ചെയ്യുന്നു, അതൊക്കെ ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനൊരു ഫെസ്റ്റ് നടക്കുമ്പോൾ അവരതിൽ കൺട്രോൾ കൊണ്ടുവരുമ്പോൾ ഇതിന് എന്താ പറയുക സ്വാതന്ത്ര്യം ഉള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഏറ്റവും കൂടുതലായിട്ട് ഈ ഫെസ്റ്റിവലിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ തലമുറ തന്നെയാണ്. അപ്പൊ ഈ തലമുറ ഒരുപക്ഷെ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കുട്ടികൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിനെതിരെ പ്രതികരിക്കും എന്നുള്ള ഒരു തോന്നൽ കൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ശരി, ഏതായാലും 19 സിനിമകൾക്കാണ് പ്രദർശനാനുമതി നിഷേധിച്ചത്. അതുൾപ്പെടെ എല്ലാ സിനിമകളും പ്രദർശിപ്പിക്കുമെന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. അക്കാദമിക്ക് അതിനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്.